ഇവിടയിൽ പ്രധാനപ്പെട്ട കുറച്ച് ഡെവലപ്മെൻറ്റ്സ് ആണ് നോക്കുന്നത്. ഇതിൽ ചൈന ട്രംപിനൊരു ഫോൺ കോൾ. ഇതെന്തിനാണെന്ന് പറഞ്ഞാൽ തായ്വാൻ്റെ വിഷയം സംസാരിക്കാനാണ്. കാരണം ട്രംപും ഷീ ജിൻപിങ്ങും സൗത്ത് കൊറിയയിൽ വെച്ചിട്ട് ചർച്ച നടത്തിയതിനെ തുടർന്ന് തായ്വാൻ്റെ വിഷയത്തിൽ അമേരിക്ക കൂടുതൽ ഇടപെടില്ല എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പം നിലവിൽ ചെറിയ ചെറിയ രാജ്യങ്ങളെ വെച്ചിട്ട് ജപ്പാൻ ഉൾപ്പെടെയുള്ള സൗത്ത് കൊറിയ, അതേപോലെ തന്നെ ഫിലിപ്പൈൻസ് മാതിരിപ്പെട്ട രാജ്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഇന്തോനേഷ്യ ചൈനയ്ക്കെതിരെ തായ്വാൻ്റെ മുകളിൽ ഒരു പ്രഷർ അപ്ലൈ ചെയ്യുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ വിഷയം തിരിച്ചറിഞ്ഞ ചൈന, നമ്മൾ ഇന്നലെ തന്നെ വാർത്തയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ചൈനയ്ക്ക് ഒരു ഫീലുണ്ട്, അമേരിക്കയാണ് ഇതിൻ്റെ പുറകിൽ എന്നുള്ളതിൻ്റെ ഒരു ഫീൽ. ആ വിഷയം ഡയറക്റ്റായിട്ട് ചൈന അമേരിക്കയിൽ ഫോൺ വിളിച്ച് സംസാരിച്ചിരിക്കുകയാണ്. അതായത് വേൾഡ് വാറിന് ശേഷം, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ചൈനയുടെ തായ്വാനുമായിട്ട് ബന്ധപ്പെട്ട നിലപാട് എന്താണ്, വൺ ചൈന പോളിസി എന്താണ്, അപ്പോൾ ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ചർച്ചയും കാര്യങ്ങളൊക്കെ നടത്തിയത്. അപ്പോൾ പിന്നീട് വീണ്ടും ഇതേപോലെ ചെറിയ ചെറിയ രാജ്യങ്ങൾ വെച്ചിട്ട് ചൈനയുടെ മേളിൽ ഇങ്ങനെ പ്രഷർ ഇടുന്നത് ശരിയല്ല എന്നുള്ള നിലയിലാണ് വിളിച്ച് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചൈനയ്ക്ക് പൂർണ്ണ അവകാശം തായ്വാൻ്റെ മേളിൽ തരണമെന്ന് ചൈന ആവശ്യപ്പെട്ടതായിട്ടാണ് വാർത്തകൾ വരുന്നത്. അപ്പോൾ എന്തായാലും അമേരിക്ക അതിനോട് പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ഒന്നും പ്രതികരിച്ചിട്ടില്ല. പക്ഷേ അതേസമയം തായ്വാന് ആയുധങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡിയായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏതാണ്ട് 350 മില്യൺ വർത്ത് വരുന്ന ആയുധങ്ങൾ കൊടുക്കാനാണ് റെഡിയായിരിക്കുന്നത്. അപ്പോൾ ആയുധങ്ങൾ ഇപ്പോൾ കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളതിലാണ് ഇപ്പം ഒരു ഡൗട്ട്. തായ്വാൻ ഇപ്പോൾ അതും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. കാരണം അമേരിക്കയുടെ നിലപാട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 2 ആഴ്ചയ്ക്ക് മുമ്പ് തായ്വാൻ നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങളൊക്കെ എടുത്തതാണ്. അതായത് അവരുടെ ഫോറിൻ പോളിസിയിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് യൂറോപ്പ് മേഖലയിൽപ്പെട്ട പല രാജ്യങ്ങളുമായിട്ടും ഡിസ്കഷൻ നടത്താനും അതേപോലെ തന്നെ റഷ്യയുമായിട്ട് ഡിസ്കഷൻ നടത്താനൊക്കെ തായ്വാൻ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇപ്പം നിലവിൽ ഈ ചൈന തായ്വാൻ വിഷയം ഇങ്ങനെ ലൈം ലൈറ്റിലേക്ക് ചർച്ചയാകുന്നത്. ഇനി ഇന്ത്യയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചൈന തുടരെ അവരുടെ വാർഷിപ്പുകൾ പുറത്തിറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും കൂടി ഒരു വാർഷിപ്പ് അവർ നീറ്റിൽ ഇറക്കിയതേ ഉള്ളൂ. ഇന്ത്യ അതിനെ വളരെ നിർണായകമായിട്ടുള്ള വിഷയമായിട്ടാണ് നോക്കിക്കാണുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യയുടെ INS മാഹി എന്ന് പറഞ്ഞ ആ ഒരു വാർഷിപ്പ് ഇന്നലെ കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. അത് ഇന്ത്യയുടെ ആർമി ചീഫായിട്ടുള്ള ഉപേന്ദ്ര ദ്വിവേദിയാണ് കമ്മീഷൻ ചെയ്തത്. ഈ INS മാഹി എന്ന് പറയുന്നത് മുംബൈ പോർട്ടിലാണ് ഇത് കമ്മീഷൻ ചെയ്തത്. ആൻറ്റി സബ്മറൈൻ വാർഫെയർ ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു വാർഷിപ്പാണിത്. ഇതിൻ്റെ ഒരു പരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ കരാച്ചി പോർട്ട് വരെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും. ആ ഒരു സറൗണ്ടിങ്ങിൽ എന്ത് തരത്തിലുള്ള നീക്കങ്ങൾ നടന്നാലും അണ്ടർ വാട്ടർ സബ്മറൈൻ്റെ നീക്കങ്ങൾ വരെ കണ്ടെത്താൻ കഴിയുന്ന കപ്പാസിറ്റിയുള്ള ഒരു വാർഷിപ്പാണിത്. ഇതിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഇന്ത്യയുടെ ഷാലോ വാട്ടർ കോമ്പിറ്റൻസ്, അതേസമയം വെള്ളത്തിനടിയിലുള്ള എന്തെങ്കിലും ത്രെട്ടുകൾ, ഭീഷണികൾ, പ്രധാനമായിട്ട് സബ്മറൈൻ മാതിരിയുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്താനാണ് ശരിക്കും ഈ ഒരു വാർഷിപ്പ് കൊണ്ട് ലക്ഷ്യമിടുന്നത്. അതേപോലെ റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്നലെ സ്വിറ്റ്സർലാൻഡിൽ വെച്ചിട്ട് നടത്തിയ ചർച്ചയെ തുടർന്ന് അമേരിക്ക മുന്നോട്ട് വെച്ച 28 പോയിന്റുകൾ അത് ശരിക്കും റഷ്യ ഓറിയന്റഡ് ആണ് എന്ന് ജർമ്മനി പറയുകയും അതോടൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ മൊത്തത്തിൽ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് റഷ്യയെ ടേബിളിലേക്ക് വരുത്തി ഫേസ് ടു ഫേസ് ചർച്ച നടത്തണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിലിപ്പോൾ ഏറ്റവും പ്രതിസന്ധിയിലായിരിക്കുന്നത് അമേരിക്കയാണ്. കാരണം ട്രംപിൻ്റെ പദ്ധതിയാണ് ഇതെല്ലാം തന്നെ. ഇപ്പോൾ ട്രംപ് ആണെങ്കിൽ ഇപ്പം വീണ്ടും ഈ പോയിന്റുകൾ ഡ്രാഫ്റ്റ് ചെയ്ത് മടുത്ത അവസ്ഥയിലാണ്. ഇനിയിപ്പോൾ എന്തായാലും റഷ്യയാണ് ഇപ്പോൾ തീരുമാനിക്കേണ്ടത് ചർച്ച നടക്കുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച്. മിക്കവാറും ഈ ചർച്ചയൊക്കെ തള്ളിപ്പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇനി നമ്മൾ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. അപ്പോൾ അതിനകത്ത് ഹമാസ് ഇതുവരെ പൂർണ്ണമായിട്ടും മൃതശരീരങ്ങൾ തിരിച്ചേൽപ്പിച്ചിട്ടില്ല. അതായത് ഈ ബന്ദികളായിട്ട് പിടിച്ചുകൊണ്ട് പോയതിൽ ബാക്കിയുള്ള ബോഡി എല്ലാം തന്നെ കൊടുക്കേണ്ടതുണ്ട്. അത് ഇതുവരെ കൊടുത്തിട്ടില്ല. അതിൽ ഇനിയും ബാക്കിയുണ്ടെന്നാണ് പറയുന്നത്. അപ്പം അത് തന്നെ ഒരു ട്രൂസ് വയലേഷൻ ആണെന്നാണ് ഇസ്രായേൽ പറയുന്നത്. അതായത് ഇസ്രായേൽ തുടരെ ഗാസയ്ക്കുള്ളിൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെതിരെയാണ് ഹമാസ് അവരുടെ സൈഡിലുള്ള വാദം ഉയർത്തിയത്. പക്ഷേ ആ ഉയർത്തിയ വാദത്തിനെ ഗണ്ണിച്ചുകൊണ്ടാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ആദ്യം ഈ ഫേസ് 1 സൈൻ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് പൂർണ്ണമായിട്ടും എല്ലാ ബന്ദികളെയും വിട്ടയക്കണം എന്നുള്ളതാണ്. അതിൽ ജീവനോടെയുള്ള ബന്ദികളെല്ലാം വിട്ടയച്ചു. ഇപ്പോൾ ഈ ബോഡികളെല്ലാം തന്നെ തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൽ ഇനിയും ബോഡികൾ കിട്ടേണ്ടതുണ്ട്. ഇത് പ്രധാനമായിട്ട് ഇത് പറയാനുള്ള കാരണം വെച്ചാൽ ഈജിപ്തിലേക്ക് ഇന്നലെ ഹമാസിന്റെ നേതാക്കൾ എത്തിയിരുന്നു. അതായത് സെക്കൻഡ് ഫേസുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്താൻ വേണ്ടിയിട്ട് 2ാം ഫേസിലേക്കുള്ള ചർച്ച വേണം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. കാരണം അമേരിക്ക സൗദി അറേബ്യയുമായിട്ട് ചേർന്ന് നല്ല രീതിയിൽ ചരട് വലിക്കുന്നുണ്ട്. കാരണം ഈ പാലസ്തീനിയൻ സ്റ്റേറ്റ് ഹുഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് MBS റിക്വസ്റ്റ് ചെയ്തതിന്റെ ബേസിൽ ഇസ്രായേലിനെ നൈസിനൊന്ന് മാറ്റി നിർത്തിക്കൊണ്ട്, അതായത് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ട് ഇസ്രായേലിനെ മാറ്റി നിർത്തിക്കൊണ്ട് സൗദി അറേബ്യയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ട്രംപ് ഹമാസ് നേതാക്കളെ ഈജിപ്തിലേക്ക് വിളിച്ചു വരുത്തി ചർച്ച നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരുന്ന സാഹചര്യത്തിൽ ഇസ്രായേൽ ഇതിൽ നിന്നും ഇപ്പോൾ പിന്നോട്ട് വലിഞ്ഞിരിക്കുകയാണ്. ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ആദ്യം ഫേസ് 1 പൂർത്തിയാക്കൂ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതായത് ഫേസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള ബോഡി എല്ലാം കൊടുത്തയക്കണം. ഇപ്പോൾ ഇതിൽ പലതും ഇപ്പോൾ കിട്ടിയിട്ട് പോലുമില്ല. 7-8ഓളം ബോഡികൾ ഇനിയും കിട്ടാനുണ്ട്.
അപ്പോൾ അത് കിട്ടിയാൽ മാത്രമേ നടക്കുള്ളൂ. അതിനി എവിടെ നിന്ന് കണ്ടെത്തി എങ്ങനെ കൊടുക്കും എന്നുള്ളതാണ്. കാരണം ഈ ബന്ദിയായിട്ട് പിടിച്ചുകൊണ്ട് പോയ സമയത്ത് കാണിച്ച ഒരു ഊർജ്ജമുണ്ടല്ലോ, ആ ഊർജ്ജം കൃത്യമായിട്ട് ഇവരെ സംരക്ഷിക്കുന്നതിലും കാണിക്കേണ്ടതാണ്. സംരക്ഷിക്കാനുള്ള കഴിവില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് പിടിച്ചുകൊണ്ട് പോയത്? പിന്നെ എന്തിൻ്റെ പേരിലാണ് ഈ ബന്ദികളെ വെച്ചിട്ട് വിലപേശുന്നത്? വിലപേശൽ നടത്താൻ വേണ്ടിയിട്ട് എന്താണോ ആ അമൂല്യ വസ്തു, ആ ഒരു സാധനം പ്രൊട്ടക്ട് ചെയ്യാനുള്ള മിനിമം മര്യാദ കാണിക്കണമല്ലോ. അപ്പോൾ അത് ഇവർക്ക് തന്നെ ഇത് എവിടെയാണ് എന്താണെന്ന് അറിയാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം phase 1 തന്നെ ഇപ്പം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ phase 1 നീട്ടിക്കൊണ്ട് പോകണം എന്നുള്ളത് ഹമാസിൻ്റെയും കൂടെ താല്പര്യമായിരുന്നു. രണ്ട് സൈഡിലും ഇപ്പോൾ ഇങ്ങനെയാണ് നിലപാട്. പക്ഷേ ഈ എത്രത്തോളം നീട്ടിക്കൊണ്ട് പോകുന്നു അത്രത്തോളം ഇസ്രായേലിന് നല്ലതാണ്. ഇസ്രായേൽ ശരിക്കും ആക്രമണങ്ങൾ തുടരെ നടത്തിക്കൊണ്ടിരിക്കും. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ phase 2 പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ട്രംപ് എത്രത്തോളം ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കിയാലും നെതന്യാഹു അതിനേക്കാളും ബ്രില്യൻ്റ് ആണ്. ആ രീതിയിൽ നെതന്യാഹു വളരെ നൈസായിട്ട് തന്നെ പണി കൊടുക്കുന്നുണ്ട്. പിന്നെ നെതന്യാഹു ഈ നവംബർ ഡിസംബറിൽ തന്നെ ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഇന്ത്യയിലേക്കുള്ള വരവ് തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ്. കാരണം ഇന്ത്യക്കുള്ളിൽ ഡൽഹിയിൽ നടന്ന ആ ഒരു പൊട്ടിത്തെറിയുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഇന്ത്യയെ അറിയിച്ചിട്ടുണ്ട്. അതായത് ഇപ്പം തൽക്കാലം ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഇന്ത്യ സന്ദർശിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചില സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട്. കാരണം ഇന്ത്യയിൽ നടന്ന പൊട്ടിത്തെറിയുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഒരു ഹമാസ് മോഡൽ പൊട്ടിത്തെറിയാണ് എന്നുള്ള നിലയിലുള്ള ഡൗട്ടും അതിനെക്കുറിച്ചുള്ള മൊസാദിൻ്റെ ഡേറ്റാബേസ് റെക്കോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പ്രധാനമായിട്ടും നെതന്യാഹു ഇന്ത്യ സന്ദർശനം ഒഴിവാക്കുന്നത്. കാരണം ഇന്ത്യ സന്ദർശിക്കുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു സുരക്ഷാ വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ അത് വല്ലാത്ത രീതിയിൽ ഇന്ത്യയും ഇസ്രായേലിനെയും തന്നെ ബാധിക്കുന്ന വിഷയമായിട്ട് മാറിത്തീരും. തീർച്ചയായിട്ടും ഇത് തീവ്രവാദികളുടെ ഗൂഢാലോചനയും പദ്ധതിയൊക്കെ തന്നെയാണെങ്കിലും പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുക്കേണ്ടത് രണ്ട് രാജ്യങ്ങളുടെയും ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നെതന്യാഹുവിൻ്റെ വരവ് തൽക്കാലം ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വരുന്നതിനെ തുടർന്ന് ആ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ബാക്കി കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോവുക. കാരണം ഈ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വന്നു പോയതിനു ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് ഇന്ത്യ ഈ ഡൽഹി പൊട്ടിത്തെറിയുമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ബംഗ്ലാദേശ് മേഖലയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഓപ്പറേഷൻസ് നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടും കൂടിയാണ് നെതന്യാഹുവിൻ്റെ വരവ് ഇച്ചിരി നീട്ടി വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഈ ഗ്ലോബൽ ലീഡേഴ്സ് ഇങ്ങനെ തുടരെ വന്നുകൊണ്ടിരുന്നാൽ നമുക്ക് ഈ ഡൽഹി പൊട്ടിത്തെറിയുമായിട്ട് ബന്ധപ്പെട്ട് ചില നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ നടത്തേണ്ടതുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. അതും കൂടി ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ലാസ്റ്റ് ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ ഹാമർ മിസൈൽ എന്ന് പറഞ്ഞിട്ടൊരു മിസൈൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഹാമർ മിസൈൽ എന്ന് പറഞ്ഞാൽ ഈ പ്രിസിഷൻ ഗൈഡഡ് ആണിത്. അതായത് കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രിസിഷൻ ഗൈഡഡ് മിസൈലാണിത്. ഈ പ്രിസിഷൻ ഗൈഡഡ് ഹാമർ എയർ ടു സർഫസ് മിസൈലാണ്. അപ്പോൾ ഇത് ഇന്ത്യയുടെ ബെൽ ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡും അതേപോലെ ഫ്രാൻസിൻ്റെ സഫ്രാൻ കമ്പനിയും കൂടി ചേർന്നിട്ടാണ് ഇത് നിർമ്മിക്കുന്നത്. ഇൻഡിജീനിയസ് ആയിട്ട് ഇന്ത്യക്കുള്ളിൽ തന്നെ അതിൻ്റെ മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പാകിസ്ഥാൻ്റെ മേളിൽ നമ്മൾ വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിച്ച മിസൈലുകളിൽ ഒന്നും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു യൂസേജ് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ത്യ ഈ പ്രത്യേക തരം മിസൈലിന് ഇന്ത്യക്കുള്ളിൽ നിർമ്മാണ യൂണിറ്റിന് വേണ്ടിയിട്ടുള്ള തുടക്കം കുറിച്ചത്. കാരണം ഇനി നമ്മൾ തുടരെ പാകിസ്ഥാൻ്റെ മേളിൽ ആക്രമണങ്ങൾ നടത്തുമ്പോൾ നമുക്കിനിപ്പോൾ ഷോർട്ടേജ് വരാതിരിക്കണമല്ലോ. അപ്പോൾ നമുക്ക് ഇന്ത്യക്കുള്ളിലുണ്ടെങ്കിൽ പൊടുന്നതിനെ എടുത്തിട്ട് അങ്ങ് പാകിസ്ഥാൻ്റെ മേളിൽ രണ്ടെണ്ണം അങ്ങ് പൊട്ടിക്കാം. അപ്പോൾ അതിനുവേണ്ടിയാണ് പ്രത്യേകിച്ച് ഇതുപോലത്തെ അമ്യൂണിഷൻസ് ഒക്കെ നമ്മൾ ഇന്ത്യക്കുള്ളിൽ തന്നെ മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ തീർച്ചയായിട്ടും ഇത് ഡിഫൻസ് എക്സ്പോർട്ട് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട താല്പര്യങ്ങളും കൂടി ഇതിനകത്തുണ്ട്. ഒരു വിഷയം കൂടി പറഞ്ഞ് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അതായത് ചൈനയും ഇന്ത്യയും തമ്മിൽ ഈ ഫ്ലൈറ്റ് ട്രാൻസ്പോർട്ടേഷൻ സ്റ്റാർട്ട് ചെയ്തല്ലോ. അതിനെ തുടർന്ന് അരുണാചൽ പ്രദേശിലുള്ള ഒരു ലേഡി ചൈനയിൽ പോയി ഇറങ്ങിയ സമയത്ത് അവരുടെ പാസ്പോർട്ട് വാലിഡ് അല്ല. വാലിഡ് മീൻസ് അവരുടെ രേഖകൾ ചൈനയിൽ എയർപോർട്ടിൽ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവരെ ഡീറ്റെയിൻ ചെയ്തിരുന്നു. 18 മണിക്കൂറാണ് അവരെ ഡീറ്റെയിൻ ചെയ്തിരുന്നത്. അതും ആ ലേഡിയുടെ പാസ്പോർട്ടിൽ ജപ്പാൻ്റെ വിസ ഉണ്ടായിരുന്നു. എന്നിട്ടാണ് ഇവർ 18 അവേഴ്സ് ഇവരെ ഡീറ്റെയിൻ ചെയ്ത് വെച്ചിരുന്നത്. അപ്പം ആഫ്റ്റർ ലോങ് ഇയേഴ്സ്, അതായത് 2020 കഴിഞ്ഞിട്ട് ഒരു ഫ്ലൈറ്റ് സർവീസ് നമ്മൾ റീ ഓപ്പൺ ചെയ്ത സമയത്ത് നടന്ന ആദ്യത്തെ ഒരു ഇൻസിഡൻറ്റ് ആയതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഫോക്കസ് പോയിന്റ് ആയിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും രേഖകൾ ശരിയല്ല എന്നുണ്ടെങ്കിൽ ഏത് എയർപോർട്ടിലായാലും ഡീറ്റെയിൻ ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഇത് ഇന്ത്യയും ചൈനയും ആയതുകൊണ്ടാണ് ഈ വിഷയം ഇങ്ങനെ ചർച്ച ചെയ്യുന്നത്. അതേസമയം ചൈന ഇന്ത്യൻ എംബസി അറിയിക്കുകയും ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ ഇടപെട്ടുകൊണ്ട് അതിലേക്കുള്ള ക്ലാരിഫിക്കേഷൻ കൊടുക്കുകയും ആ പാസ്പോർട്ടിൻ്റെ രേഖകൾ ഉറപ്പുവരുത്തിക്കൊണ്ട് അവരെ റിലീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതേസമയം ചൈനീസ് ഓഫീസേഴ്സിൻ്റെ സൈഡിൽ നിന്നും ഹറാസ്മെൻറ്റ്, മോക്കിംഗ്, കളിയാക്കലുകളൊക്കെ നേരിട്ടിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തയും കൂടി വരുന്നുണ്ട്. തീർച്ചയായിട്ടും അവരുടെ സൈഡിലുള്ള കൺസേൺ എന്തൊക്കെയാണ്, അവർ നേരിട്ട പ്രശ്നങ്ങൾ ഈ ഒരു 18 മണിക്കൂറിനകത്ത് എന്നുള്ള വിവരങ്ങളൊക്കെ ഇന്ത്യൻ എംബസി ശേഖരിച്ചിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിവരങ്ങൾ ചൈനയ്ക്ക് കൈമാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തിയാൽ മാത്രം പോരാ, അവിടുത്തെ ആൾക്കാരുടെ ബിഹേവിയറും കൂടി നന്നാവേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്കുള്ളിലും ഇതേപോലെ നടക്കാൻ സാധ്യതയുണ്ട്, ഇല്ലാന്നില്ല. ടൂറിസ്റ്റുകളുടെ വരവെന്ന് പറയുന്നത് വളരെ പ്രാധാന്യമേറിയ ഒന്നാണ്.
ഈ ഇന്നത്തെ കാലത്ത് ഒരുപാട് എക്കോണമി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധ്യതകളുള്ള ഒരു മേഖലയാണ് ടൂറിസം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടൂറിസ്റ്റുകളെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത് ഒരു മ്യൂച്വൽ ആണ്. അത് ഏത് രാജ്യത്തായാലും ശരിയാണ്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.